നടിയെ മാറ്റിയിട്ടാണ് അനുമോൾ വന്നെന്ന് പറയുന്നത്. ആദ്യം ആരാ ചെയ്തോണ്ടിരുന്നേ? ആദ്യം അനുമോൾ, പിന്നെ രണ്ടാമത് അമൃതവർഷിനെ സെലക്ട് ചെയ്തിട്ട് പിന്നെ അവരെ മാറ്റിയിട്ട് അനുമോൾ വന്നെന്നാണ് പറയുന്നത്. ചേട്ടാ അതിനെപ്പറ്റി എന്താണ് അറിയുന്നത്? എന്തുകൊണ്ട് മാറ്റിയിട്ടുണ്ട്? ചേട്ടൻ ഫ്ലവർ ഹൗസിൽ പോയി ചോദിക്കും, അല്ലെങ്കിൽ എന്റെ ഡയറക്ടറിൽ പോയി ചോദിക്കും. എനിക്കറിയത്തില്ല, എന്നെ വിളിച്ചു, ഞാൻ പോയി അഭിനയിച്ചു, അത്രേ ഉള്ളൂ. പിന്നെ മല്ലിക ചേച്ചിയുടെ ഒരു അമ്മയ്ക്ക് ഇതുമായിട്ടൊരു ബന്ധമില്ല. അമ്മയും എന്നെ പോലെ തന്നെയാണ്, അതിൽ അഭിനയിക്കാൻ വരുന്നു, കാശ് മേടിക്കുന്നു, പോകുന്നു. ഇതിലൊരു ബന്ധമില്ല. വേറെ തെറ്റിദ്ധാരണയാണ് എല്ലാവരും. അങ്ങനെ ഒരു ഇതുണ്ടായി, അതിനെപ്പറ്റി ആൾക്കാർക്ക് അറിയാൻ ആഗ്രഹമുണ്ട്, അതുകൊണ്ട് ചോദിച്ചു. അതെ, വേറെ തെറ്റിദ്ധാരണയാണ്. പിന്നെ നമ്മൾ ഇവിടെ പറയുന്ന കാര്യമല്ലോ അവിടെ പോയി പറയുമ്പോൾ കുറച്ചുകൂടി കൂട്ടി പറയുമല്ലോ, അതൊക്കെ ഉള്ളൂ. മൈൻഡ് ചെയ്യാണ്ടിരിക്കുക. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഫസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു 10-450 എപ്പിസോഡ് ഞാൻ ചെയ്തു. പിന്നെ അവർക്ക് ചേഞ്ച് ചെയ്യണമെന്ന് തോന്നി കാണും. അപ്പോൾ അവർ വേറൊരു ആർട്ടിസ്റ്റ് വെച്ച് നോക്കി. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി പ്രേക്ഷകർ എങ്ങനെ എടുക്കുമെന്ന് അറിയത്തില്ലായിരിക്കാം. അതുകൊണ്ടായിരിക്കും എന്താ റീസൺ എന്ന് ഞാൻ ഇതുവരെ അന്വേഷിച്ചിട്ടില്ല. നമ്മൾ ആർട്ടിസ്റ്റുകൾക്ക് ആർക്കും അറിയത്തില്ല. അല്ലെങ്കിൽ ചാനലിന് അറിയാം, അല്ലെങ്കിൽ ഡയറക്ടർ അറിയാം, പ്രൊഡ്യൂസറിന് അറിയാം. ഇതൊക്കെ അറിയാവും. അല്ലാതെ എനിക്കറിയില്ല ചേട്ടൻ. എനിക്കിതിൽ ഒരു ബന്ധവും ഇല്ല. മിക്കവരും വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞ് മാറ്റിച്ചു. എനിക്കിതിനൊരു പിടിയില്ല കേട്ടോ. നമുക്ക് ദൈവം വിളിച്ചത് നമുക്ക് തന്നെ കിട്ടും, അത്രേ ഉള്ളൂ. അപ്പം നല്ലൊരു കലാകാരിയാണ്. ഡാൻസിലാണെങ്കിലും പാട്ടിലാണെങ്കിലും അഭിനയത്തിലാണെങ്കിലും എല്ലാം. അപ്പം അവർക്ക് ദൈവത്തായാലും നല്ലൊരു ആർട്ടിസ്റ്റാണ്. എനിക്ക് ഇതിനു മുമ്പ് ഒരുപാട്, ഞാൻ ഈ ഒരു ഫീൽഡിൽ വന്ന സമയത്ത് ഒരുപാട് ഇതുപോലെ സീരിയലാണെങ്കിലും സിനിമയാണെങ്കിലും എന്തോ ആയിക്കോട്ടെ, എനിക്കിതുപോലെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാൻ നേരിട്ടു. എനിക്കറിയായിരുന്നു എനിക്ക് എപ്പോഴെങ്കിലും എനിക്കും ഒരു സമയം ഉണ്ടാവും, അല്ലെങ്കിൽ എനിക്ക് കിട്ടുമെന്നുള്ളത്. അത്രേ ഉള്ളൂ. ഇതിനൊന്നും വിഷമിക്കില്ല, അങ്ങനൊന്നുമില്ല. ഈ ഒരു ഫീൽഡ് ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കി വേണം ഇതിലോട്ട് വരാൻ. ഇതൊക്കെ സഹിക്കണം. എത്രയോ പേര് സിനിമയിൽ ചെയ്തിട്ട് സിനിമകൾ പൊട്ടുന്നുണ്ട്, അത് സഹിക്കുന്നില്ലേ? എത്രയോ സിനിമയിലുള്ള നായികയെ അഭിനയിച്ചിട്ട് അവർ മാറ്റുന്നുണ്ട്, അവരൊക്കെ സഹിക്കുന്നില്ല. ഇപ്പം എന്നെ മാറ്റിയില്ല. ഇപ്പം ഇത് ഞാൻ ഇത്രയും 450 എപ്പിസോഡ് ചെയ്ത സമയത്ത് എന്നെ ചേഞ്ച് ചെയ്തപ്പോൾ എനിക്ക് വിഷമമുണ്ടായി. ഞാനങ്ങ് മാറി. എനിക്ക് ആ വിഷമം മാറി. കാരണം ഈ ഫീൽഡ് ഇങ്ങനെയാണ്. അതൊക്കെ സഹിക്കാൻ പഠിക്കണം. നമുക്ക് വേറെന്തോ വരാനിരിക്കുന്നു, അങ്ങനെ ചിന്തിച്ച് വേണം മുന്നോട്ട് പോകാൻ. ഇത് ആലോചിച്ച് വിഷമിച്ചിരുന്നെങ്കിൽ നമ്മൾ എടുത്തു വെക്കത്തില്ല. ഞാൻ വന്നിട്ട് വളരെ കുറച്ച് നാളായിട്ടുള്ളൂ, 10 വർഷമായിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ ഈ 10 വർഷത്തിന് മുന്നേ, ഒരു 8-9 വർഷം മുന്നേ ഈ ഫീൽഡിൽ വന്ന സമയത്ത് എൻ്റെ ഹൈറ്റിൻ്റെ പ്രശ്നത്തിൽ ഒക്കെ എനിക്ക് ഒരുപാട് ക്യാരക്ടറുകൾ പോയിട്ടുണ്ട്. എല്ലാം ഞാൻ ഇത്തിരി നാളും ചെയ്തുകൊണ്ടിരുന്നത് നായികയുടെ അനിയത്തി, നായകൻ്റെ അനിയത്തി ക്യാരക്ടറാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ആൾ ചെറുതായതുകൊണ്ടാണ്. ഇപ്പോഴാണ് വിശ്വാസിക്കാത്താണ് ഞാൻ ശരിക്കും ഒരു നായിക ക്യാരക്ടർ ചെയ്യുന്നത് തന്നെ. അപ്പോൾ എനിക്കറിയില്ലായിരുന്നു, എനിക്ക് അന്നറിയായിരുന്നു എപ്പോഴെങ്കിലും എനിക്കൊരു നായിക ക്യാരക്ടർ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. വന്നില്ലേ? എത്ര വർഷം കഴിഞ്ഞിട്ടാണ്? 10 വർഷം കഴിഞ്ഞിട്ട്. അപ്പോൾ നമുക്കുള്ളത് നമുക്ക് എപ്പോഴായാലും കിട്ടും. അങ്ങനെ വിചാരിച്ച് മുന്നോട്ട് പോവുക. അല്ലാതെ എനിക്ക് കിട്ടത്തില്ല, ഞാൻ അഭിനയിച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല, എനിക്ക് പറ്റിയതല്ല ഈ ഫീൽഡ് എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ കാര്യം മാത്രമല്ല പറയണത്, നമ്മൾ എന്ത് ജോലിക്ക് ഇറങ്ങിയാലും വിട്ടു പോകാതിരിക്കുക. എല്ലാവരും അതിട്ടിട്ട് പോകുന്ന ഒത്തിരി പേരുണ്ട്, എനിക്ക് പറ്റിയതല്ല എന്ന് പറഞ്ഞിട്ടൊക്കെ. ഹൈറ്റിൻ്റെ പ്രശ്നം ഇപ്പം മാറിയോ? ഹൈറ്റിൻ്റെ പ്രശ്നം എനിക്ക് അന്നും ഇന്നും എനിക്ക് ഒരു പ്രശ്നമില്ല. ഹൈറ്റ് കുറവായതുകൊണ്ടാണ് എല്ലാവരും എന്നെ ചെറുതായിട്ട് കാണുന്നത് തന്നെ. മനസ്സിലായില്ലേ? എല്ലാവരും എന്നെ കുട്ടിയായിട്ട് കാണുന്നത്. കുട്ടിയെന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ പോലും ഞാൻ ചെറുതായതുകൊണ്ടാണ്. എനിക്കത് ഇഷ്ടമാണ്. എനിക്കങ്ങനെ ഹൈറ്റ് കുറവായതുകൊണ്ടോ കളർ കുറവായതുകൊണ്ടോ അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല. നമുക്ക് നല്ലൊരു ആരോഗ്യം തന്നാൽ മതി ദൈവം. സുഖമായിട്ടിരിക്കുക. അതെ. അല്ല, ഒരു അസുഖം വരാണ്ട് ഹെൽത്തി ആയിട്ടിരിക്കുക, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് എണീറ്റ് നടക്കണമെങ്കിൽ നമുക്ക് നല്ലൊരു ആരോഗ്യം വേണ്ടേ? അത്രയേ ഉള്ളൂ. അല്ലാതെ ഈ ഒരു കളറിലോ ബോഡിയിലോ അങ്ങനെയൊന്നും ഒരു കാര്യമില്ല. അത്രയേ ഉള്ളൂ. മുമ്പ് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഏതാ? പറഞ്ഞ അത്രയേ ശരി, താങ്ക് യു. ഇതൊന്നും അറിയണമെന്നുണ്ടായിരുന്നു, കുറേ അറിയായിരുന്നു. ഇത് കണ്ടന്റിന് വേണ്ടിയിട്ടൊക്കെ അറിയാം. ചേട്ടനെ ഇങ്ങനത്തെ കുറച്ച് കരിയർ ഫസ്റ്റ് ഓക്കെ. സിനിമ എന്തെങ്കിലും നോക്കുന്നുണ്ടോ? കോസ്റ്റ്യൂമൊക്കെ കളർ നന്നായിട്ട് ചേരുന്നുണ്ട്. അന്ന് കല്യാണത്തിന് വന്നപ്പോഴും റെഡ് അല്ലേ? റെഡില് കാലിലെന്താ പ്രശ്നമാണോ? അവന് ഡാൻസ് കളിക്കാനാണ്.
അതെനിക്ക് പനിയായിട്ട് ഇവിടെ ഉണ്ടായിരുന്നില്ല. പനി മൊത്തത്തിൽ ഡൗൺ ആയിട്ട് നിൽക്കുന്നു. അതുകൊണ്ട് ഞാൻ ഒരുപാട് സംസാരിക്കാറുണ്ട്. മേക്കപ്പ് ഞാൻ പിടിച്ചിരിക്കുന്നത് കണ്ടില്ല. എൻ്റെ ചെയ്യിക്കുന്നത് പറഞ്ഞു കൊടുക്കും. വസന്തി ആ ഈ മാസം ഇനി എത്ര ഉദ്ഘാടനങ്ങളുണ്ട് ഭക്ഷണം കഴിക്കാൻ സമയത്തുള്ള ചേച്ചി? ഈ മാസം ഇനി എത്ര ഉദ്ഘാടനങ്ങളുണ്ട്? അങ്ങനെയൊന്നുമില്ല. ഈ മാസം ഞാനത് ഡിസംബർ 1-ാം തീയതി, ഈ മാസം 20-ാം തീയതി ജിമ്മല്ലല്ലോ ഒരു റെസ്റ്റോറൻറ്റ്. അടുത്ത വർഷത്തേക്കുള്ള